അർന്നോനോട് കടന്ന് ഒലിവുമലയിൽ പ്രാർത്ഥിക്കുന്ന വേളയിൽ തീവട്ടിയും പന്തവും വാളും വടിയുമൊക്കെ ആയിട്ട് മഹാപുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ യൂദ ഒത്തിക്കൊടുത്ത് ചുംബിപ്പാൻ അടുത്തു വരികയാണ്. ആ ചുംബിക്കാൻ വന്ന യൂദായെയും യേശു വിളിച്ചത് എന്തുവായിരുന്നു? ഈ നല്ല രാത്രിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലെ യോഗാധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ശ്രേഷ്ഠരായ കർത്തഭൃത്യന്മാർ, ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ സൗ പാസ്റ്റർ അവർകൾ, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവര്, ഗായക സംഘം, ഇതിൻ്റെ മുൻപിൽ അധ്വാനിച്ച് പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദനം ചൊല്ലുന്നു. എല്ലാവരെയും ഇന്ന് രാത്രി ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഈ സ്ഥലത്ത് കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ ഇങ്ങനെ സന്ദർഭം ദൈവത്താൽ ഒരുക്കപ്പെട്ടത് ഓർത്ത് ദൈവത്തിൻ്റെ മഹത്വം. ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് ശാന്തമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാം. തിരുവല്ലായിലെ തുടർമാനമായിട്ട് യോഗങ്ങൾ നടക്കുന്നു. പകൽ യോഗം കഴിഞ്ഞു. തൊണ്ടയ്ക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ദൈവവചനത്തിൽ നിന്ന് ഈ രാത്രി നമുക്ക് ശാന്തമായിട്ട് ധ്യാനിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി ആ തിരുവെഴുത്തുകൾ വായിച്ച് സഹായിച്ചാട്ടെ. എബ്രായലേഖനം 1-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള തിരുവെഴുത്തുകൾ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരുശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് വാർത്ത ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. പരമസമ്പന്നനീ ദരിദ്രനായി തീർന്നു സമ്മന്നസ, പരമസമ്പന്നൻ ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സമ്മന്നസ. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴം തുണി ധരിച്ചതും ചെറിയ സംഗതി. നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴം തുണി ധരിച്ചതും ചെറിയ സംഗതിയോ. ദൈവകരുണയിന്ദാനമാൽമ്യം നവാഴ്വാർമ്യമോ. ദൈവകരുണയിന്ദാനമാൽമ്യം ദേവസൂതൻ പശുശാലയിൽ നരനായി. ദേവസൂതൻ പശുശാലയിൽ നരനായി. ദേവസൂതൻ പശുശാലയിൽ നരനായി. ദേവസൂതൻ പശുശാലയിൽ നരനായി. ദേവസൂതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ.
ദേവസൂതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ. ദേവസൂതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ. ദൈവകരുണയിന്ദനമാകാനും നാവാൽ വർണ്യമോ. ദൈവകരുണയിന്ദനമാകാനും. വർണ്യമോ ദൈവകരുണയിൻ ധനമാകാലും. നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള തിരുവെടുത്തുകളാണ് ഇന്ന് രാത്രിയിലെ തിരുവചന ധ്യാനത്തിന് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഒരിക്കൽ കൂടി ഈ യോഗത്തിൽ സംബന്ധിപ്പാനിടയായതിൽ ദൈവത്തിന്റെ മഹത്വം ക്ഷണിച്ച കർത്തദാസനും ചുമതലപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിശ്ചയിക്കപ്പെട്ട സമയപരിധിയിൽ നിന്ന് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ഈ രാത്രി ചില കാര്യങ്ങൾ ശാന്തമായിട്ട് ധ്യാനിക്കാം, ചിന്തിക്കാം. അതിന് ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള തിരുവെടുത്തുകൾ. ആ 22-ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ച് സഹായിക്കണം. വെട്ടമുണ്ടോ? നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. ഈ അടുത്ത് ചെല്ലുക എന്നുള്ള പ്രയോഗം അവിടെ വന്നതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കണം. ഈ ലേഖനം എഴുതുന്ന സമയത്ത് ഇവരിപ്പോ എവിടാ നിൽക്കുന്നേ? ചില ദൂരത്ത് നിൽക്കുക. അല്പം അകന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ലേഖനക്കാരൻ പറയുന്നത് അകന്ന് നിൽക്കരുത്, ഇന്ന് രാത്രി അടുത്ത് വരിക. സ്തോത്രം. അവിടെ വെളിയിൽ നിൽക്കുന്നവർക്കും ഇനി അടുത്ത് വരാം. ഇവിടെ കസേരയുണ്ട്. വണ്ടിക്ക് മറഞ്ഞു നിൽക്കുന്ന മാന്യ സഹോദരന്മാർക്കും അടുത്ത് വരാം, കസേരയുണ്ട്. മോനിഞ്ഞ് പോന്നാട്ടെ, വാടേ, അടുത്ത് വാ, അടുത്ത് വാ. ബായികാരനും ഇഞ്ഞ് പോരും, അടുത്ത് വാ. അപ്പൊ ശ്രദ്ധിക്കുക, പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് വാ. നമുക്കറിയാം, പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ വളരെ ഈടുറ്റ ആഴമേറിയ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. ഇന്നിവിടെ കൂടപ്പെട്ടിരിക്കുന്നതിൽ സിംഹഭാഗവും രക്ഷിക്കപ്പെട്ട ദൈവമക്കളാ. നിങ്ങളുടെ ഇരിപ്പും നോട്ടം കാണുമ്പോൾ അറിയാം. ഇടയ്ക്കിടയ്ക്ക് ഞോണ്ടുകയും വർത്താനം ചെയ്യുകയും ചെയ്യുമ്പോൾ അറിയാം വിശ്വാസികളാണ്. മറ്റുള്ളവർ കൂടുതൽ പക്വതയോടെ ഇരിക്കത്തേ ഉള്ളൂ. നമ്മുടെ ആൾക്കാർ ഇതാ കുറേ നാളുണ്ട് ഞോണ്ടുകയും അഭിപ്രായം പറയുകയും സ്തോത്രം പിന്നെ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ദൈവം തമ്പുരാനറിയാം. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നതിൽ സിംഹഭാഗം ആൾക്കാരും ദൈവകുഞ്ഞുങ്ങളാണ്.
വിശേഷിച്ച് പുനലൂര്, എളമ്പല്, വെള്ളക്കുടി, കോട്ടവട്ടം, പിന്നെ അങ്ങോട്ട് ഉറുകുന്ന്, തെന്മല, വെള്ളിമല, പിന്നെ അങ്ങോട്ട് അഞ്ചൽ ഭാഗത്തേക്ക് ചണ്ണപ്പേട്ട, അഞ്ചല്, ഈ സ്ഥലത്തൊക്കെ അനേക ദൈവമക്കൾ, വിശേഷിച്ച് പുനലൂര് സത്യത്തിന്റെ സാക്ഷികളായി അനേക ദൈവമക്കളെ ആരംഭകാലത്ത് ദൈവം എഴുന്നേൽപ്പിച്ചു. അവരൊക്കെ കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ വന്നെങ്കിലും ഈ മാർഗം ഇട്ടേച്ച് പോകാതെ ധീരതയോടെ നിന്നു. അവരാലാവും വിധം അവരെല്ലാം ദൈവത്തെ സേവിച്ചു. പിൻതലമുറകൾക്ക് നല്ല മാതൃക കാണിച്ചു. അത് പിൻതലമുറയും ഏറ്റെടുത്ത് മുൻപോട്ട് പോകുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ആത്മീയ പാരമ്പര്യമുള്ള, വിശേഷിച്ച് എൻ്റെ ഭാഷയാ, പെന്തിക്കോസിലും അല്പം പഴക്കമുള്ള ആൾക്കാരാ ഈ പുനലൂരും എളമ്പലും ഒക്കെ ഉള്ള ദൈവമക്കൾ. എല്ലാവർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ഓടിപ്പിച്ചത് വേദപുസ്തകപരമായി നിങ്ങൾക്ക് തിട്ടവും പരിജ്ഞാനമുള്ളവരാണ്. അതുകൊണ്ട് ആ നിലയിൽ നമുക്ക് ചില കാര്യങ്ങളിലൂടെ ചിന്തിക്കുന്നത് ഉചിതമാണ്. എബ്രായ ലേഖനം പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ വളരെ ഈടുറ്റ ലേഖനമാണ് എബ്രായ ലേഖനം. ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, 21 ലേഖനങ്ങളിൽ സിംഹഭാഗ ലേഖനങ്ങളും ദൈവത്തിന്റെ ദാസനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. ഏതാണ്ട് 10-14 ലേഖനങ്ങൾ പൗലോസിനാൽ എഴുതപ്പെട്ടു. ശിഷ്ടമുള്ള ലേഖനം യാക്കോബിന്റെ ഒരു ലേഖനം, യൂദയുടെ ഒരു ലേഖനം, പത്രോസിന്റെ 2 ലേഖനം, യോഹന്നാന്റെ 3 ലേഖനം, ഇങ്ങനെ 21 ലേഖനം. ഇതിലെ പൗലോസിന്റെ ലേഖനങ്ങളെ നന്നായി പഠിക്കുമ്പോൾ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. ഞാൻ കൂടെ പറയാറുണ്ട്, 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനമാണ്. 1 ഗലാത്യ ലേഖനം, 2 കൊരിന്ത്യ ലേഖനം, 3 എബ്രായ ലേഖനം. ഈ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. ഇന്ന് രാത്രി നമ്മൾ ചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനത്തിൽ നിന്നാണ് വായിച്ചത്. എബ്രായ ലേഖനം തർജ്ജന ലേഖനമാകാനുള്ളതിന്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട കാരണം, എബ്രായ വിശ്വാസികൾ ഇവര് ആരംഭ സമയത്ത് വളരെ തീഷ്ണതയോടെ ഉണ്മയോടെ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയെങ്കിലും ഇടയ്ക്ക് വെച്ച് ഇവർക്ക് ക്ഷീണമുണ്ടായി. ഇറങ്ങി തിരിച്ചത്, വിട്ടുപോന്നത്, ഉപേക്ഷിച്ചത് അബദ്ധമായോ മണ്ടത്തരമായോ എന്നൊരു ചിന്ത അകത്ത് കയറി. ഈ ചിന്ത അകത്ത് കയറി ഇവര് പലരും ക്ഷീണിച്ചു. ഒറ്റ വാക്കി പറഞ്ഞാൽ വിശ്വാസത്തിൽ ക്ഷീണം നേരിടുന്നു. അങ്ങനെ വിശ്വാസത്തിൽ ക്ഷീണിച്ച എബ്രായ ക്രൈസ്തവരെ, എബ്രായ വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിലനിർത്താൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. നിങ്ങൾക്കറിയാം, പലർക്കും അറിയാം, എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത് എന്ന പദമാണ്. ഏറെ നല്ലത്, ഏറ്റവും ശ്രേഷ്ഠമേറിയത്. അപ്പോൾ തന്നെ ഈ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം അല്ലെങ്കിൽ പുരുഷൻ ഏറ്റവും ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു. അതാണ് എബ്രായ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം. എല്ലാവരിലും എല്ലാറ്റിലും ശ്രേഷ്ഠനാകുന്ന കർത്താവാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തുവാണ് സകലത്തിലും ശ്രേഷ്ഠൻ. യേശു ക്രിസ്തുവാണ് യോഗ്യൻ. യേശു ക്രിസ്തുവാണ് ഉന്നതൻ. ഈ കാര്യം പൗലോസ് ഓരോ അധ്യായത്തിൽ കൂടിയും തെളിയിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ എബ്രായ ക്രിസ്ത്യാനികൾ, എബ്രായ വിശ്വാസികൾ വിശ്വാസത്തിൽ ക്ഷീണിച്ച് തളർന്നപ്പോൾ അവരെ തർജ്ജനം ചെയ്ത്, നിങ്ങൾ വിട്ടുപോകുന്നതിനേക്കാൾ, ഉപേക്ഷിച്ചതിനേക്കാൾ, വേണ്ടെന്ന് വെച്ചതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താണ് നിങ്ങൾ വന്നു കയറിയിരിക്കുന്നത്. എന്റെ ശൈലി ഞാൻ പറയുകയാ, പെന്തിക്കോസി വന്നത് മണ്ടത്തരമല്ല, ശ്രേഷ്ഠമേറിയ കാര്യം തന്നെ. ഇപ്പൊ ചിലർക്ക് ഒരു ചിന്തയും, ചില ആൾക്കാര് പറയാറുണ്ട്, പെന്തിക്കോസ് എല്ലാം തകർന്നത്. പെന്തിക്കോസ് ഒന്നും അങ്ങനെ ധൈര്യമല്ല. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പെന്തിക്കോസുകാരും ഇനി അഥവാ എന്റെ ആഗ്രഹം പോകരുതെന്ന, ഇനി പെന്തിക്കോസ് വിട്ടുപോയാലും പെന്തിക്കോസിന് പോകണം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും
ഈ പെന്തിക്കോസ് മാർഗം വിട്ടുപോയാലും പെന്തിക്കോസിനൊരു കുഴപ്പവും വരികയല്ല. സ്തോത്രം. ഏറ്റവും ശ്രേഷ്ഠമേറിയ സ്ഥലത്താണ് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. സ്തോത്രം. അവരെല്ലാവരും പാടുകയായിരുന്നു. നിങ്ങൾ പല പാട്ടും കേട്ടോണ്ടിരിക്കുക. നമുക്ക് എല്ലാവരോടും ചേർന്ന് ഒരു പാട്ട് പാടാം. അന്ത്യകാലം വന്നെടുത്തു പെന്തക്കോസ്തീൻ വേലയാണ്. അന്ത്യകാലം വന്നെടുത്തു പെന്തക്കോസ്തീൻ വേലയാണ്. ചന്തമോടെ സ്വന്തം നാട്ടിൽ പോയിടാമേ. ചന്തമോടെ പോയിടാമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടാമേ വേഗമുണർന്നു. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടാമേ വേഗമുണർന്നു. ഓ അന്ത്യകാലം വന്നെടുത്തു പെന്തക്കോസ്തീൻ വേലയാണ്. അന്ത്യകാലം ചന്തമോടെ സേവ ചെയ്ത സ്വന്തം നാട്ടിൽ പോയിടാമേ. ചന്തമോടെ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു. രക്ഷകന്റെ വേല ചെയ്യുക. കരമുയർത്തി ദൈവത്തിന് മഹിമ കൊടുക്കാം. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമേറിയ സ്ഥലത്താണ് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. സ്തോത്രം. ഞാന് മിക്കപ്പോഴും പറയാറുണ്ട്, ദൈവകൃപയിൽ ശരണപ്പെട്ട് പിറകെ പെന്തിക്കോസ് വന്നിട്ട് 10-30 കൊല്ലം കഴിഞ്ഞു, ഇന്ന് വരെ തോന്നിയിട്ടില്ല ഇത് അബദ്ധമായെന്ന്. വന്നത് മണ്ടത്തരമായി, ഈ മാർഗത്തിൽ വന്നത് പോച്ചത്തമാ, വന്നു പോയല്ലോ അങ്ങനൊരു ചിന്ത ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇപ്പോഴും ഭാരം നേരത്തെ വരാൻ ഒത്തില്ലല്ലോ എന്ന്. ഏറ്റവും ശ്രേഷ്ഠമേറിയ മാർഗത്തിലാ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്, നിങ്ങൾ വിട്ടുപോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് വന്നു കയറിയ സ്ഥലം. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ കർത്താവാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും പൗലോസ് തെളിയിച്ചു യേശു ക്രിസ്തുവാണ് സകലത്തിലും ശ്രേഷ്ഠൻ. അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. അവിടുന്ന് അപ്പോസ്തോലന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. മോശയേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. യോശുവായേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. മൽക്കിസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠൻ. ഇന്ന് രാത്രി ശ്രേഷ്ഠനായ മഹത്വമുള്ള തേജസ്സുള്ള മഹിമയുള്ള യേശു ക്രിസ്തുവാണ് സകലത്തിലും ശ്രേഷ്ഠൻ. മാരത്ത് പൊൻകച്ച കെട്ടിയവനായി, ചുട്ടുപൊടിപ്പിച്ച വെള്ളോട്ടിന് സദൃശമുള്ള പാനമുള്ളവനായി, 7 നക്ഷത്രം വലങ്കിൽ പിടിച്ചവനായി, നിലവിളക്കയുടെ നടുവിൽ നിലയിങ്ക് ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രിയും വിശ്വസിക്കുന്ന നമ്മ ദൈവജനത്തിന്റെ മധ്യ ഉലാവിക്കൊണ്ടിരിക്കുക. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അവിടുന്നാണ് സകലത്തിനും ശ്രേഷ്ഠൻ. യേശുക്രിസ്തു ശ്രേഷ്ഠൻ ശ്രേഷ്ഠൻ എന്ന് പൗലോസ് തെളിയിച്ചിട്ട് ഇടയ്ക്ക് ഒരു പ്രയോഗം പറഞ്ഞു. മൽക്കീസദേക്കിന്റെ കാര്യം കൊണ്ട് പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറയുകയാ, ഇവൻ എത്ര മഹാനെന്ന് നോക്കുവിൻ. സ്തോത്രം. ഞാൻ പറയാറുണ്ട്, കാണാൻ കൊള്ളാവുന്നയാളാ യേശു. യേശുവിനെ കണ്ടിട്ട് ആർക്കും 5-ാം പനി വന്നിട്ടില്ല. ഞാൻ യേശുവിനെ കണ്ടത് അന്ന് മുതൽ പനിച്ചതാ. പിന്നെ പനി ഇതുവരെ യേശു പനി വരുത്തുന്ന ആളല്ല, പനി മാറ്റുന്ന ആളാണ്. കാരണം പത്രോസിന്റെ വീട്ടിൽ വന്നപ്പോൾ അമ്മായിമ്മയ്ക്ക് പനി. യേശുവിനെ കണ്ടാരും പനിക്കത്തില്ല. പനിയുള്ളിടത്ത് യേശു വന്നാൽ പനി മാറും. യേശുവിനെ കണ്ട ആരും വെപ്രാളപ്പെട്ടിട്ടില്ല. അവിടുത്തെ കണ്ടവർക്കെല്ലാം അനുഗ്രഹവും ആശ്വാസവുമാണ്. ഇന്ന് രാത്രിയും അവിടുന്ന് നമ്മുടെ നടുവിൽ കൂടെ ഉലാവിക്കൊണ്ടിരിക്കുക. അവിടുന്നാണ് സകലത്തിലും ശ്രേഷ്ഠൻ. ഇവൻ എത്ര മഹാനെന്ന് നോക്കുവിൻ. വേറൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, ഭാവികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ. ഏറ്റവും ശ്രേഷ്ഠനായ നസ്രയനാകുന്ന യേശുക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അനുഭവിക്കുന്നവരെ ഓർത്ത് ഈ രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. TKS പാടിയ പാട്ട് പാടുന്നില്ല, പാടിയ ആ വരിക്കകത്ത് ഒരു പ്രയോഗമുണ്ട്, കലുക്ഷത ലേശം കാണുന്നില്ലെന്ന്.
കലുഷതലേശം കാണുന്നില്ലേ മനുഷ്യനിലം മുറ ചെയ്തു താൻ മരണമതിൻ വിധി എഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂമി അത്ഭുതം. കല്ലുക്ഷതലേശം കാണുന്നില്ലേ മനുഷ്യനിലം മുറ ചെയ്തു താൻ മരണമതിൻ വിധി എഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂമിയൽ. യാതൊരു കലുഷതയും യേശുവിനില്ല. യേശുവിന്റെ ശ്രേഷ്ഠത ദിവ്യ സ്വഭാവം. ഞാൻ പറയാറുണ്ട്, നമ്മളെല്ലാം പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കർത്താവേ അവിടുത്തെ പോലെ എന്നെ ആക്കണമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നാഗൽ സാഹിബിന്റെ വളരെ ഈടുറ്റ ഗാനമാണ്, യേശുവേ നിന്റെ രൂപം ഈ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെ ആക്കണം. മുഴുവൻ സാഹിബ് പാടിയത്, ഇനി മുഴുവനായില്ലെങ്കിലും കുറച്ചെങ്കിലും ആകുന്നത് നല്ല. നമ്മളെല്ലാവരും നോട്ടോ വരുമ്പം കണ്ടിട്ട് മുഴുവനാകുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല, കുറച്ചെങ്കിലും. എന്നാലും ഇത്രയും പേര് വന്ന് കൂടിയല്ലോ. പാസ്റ്ററിനോട് പറഞ്ഞു ഇന്നലെ മഴ ഉണ്ടായിരുന്നു. അപ്പം ആൾക്കാർ പറഞ്ഞു കുഴപ്പമില്ല, ഉള്ളതാട്ടെ. പണ്ടൊരാൾ പറഞ്ഞ പോലെ ഒക്കുന്നെങ്കിൽ ഓടിടാ ഇല്ലെങ്കിൽ ഓലയിടാന്ന് പറഞ്ഞ പോലെ ഉള്ളതാട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുത്തെ പോലെ ആക്കണം മുഴുവൻ. യേശുവിന്റെ ദിവ്യ സ്വഭാവം നിങ്ങൾക്കറിയാം, ഞാനൊന്ന് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. അവിടുത്തെ ദിവ്യ സ്വഭാവം, അതിന് ഒന്ന് രണ്ട് പ്രത്യേകത. തിരുവനന്തപുരം കടന്ന ഒലിവുമലയിൽ പ്രാർത്ഥിക്കുന്ന വേളയിൽ തീവട്ടിയും പന്തവും വാളും വടിയുമൊക്കെ ആയിട്ട് മഹാപുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ യൂദ ഒത്തിക്കൊടുത്ത് ചുംബിപ്പാൻ അടുത്തു വരികയാണ്. ആ ചുംബിക്കാൻ വന്ന യൂദായെയും യേശു വിളിച്ചത് എന്തുവായിരുന്നു? ഉറക്കപ്പ നമ്മള് യൂദായുടെ ആളല്ലല്ലോ. ഉറക്കപ്പ സ്നേഹിത. അതാ യേശുവിന്റെ ദിവ്യ സ്വഭാവം. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. 3.5 വർഷം കൂടെ നടക്കുകയായിരുന്നു. 3.5 വർഷം നടന്നതിന് ശേഷം ആ പുള്ളി ഒറ്റിയത്. നമുക്കും ഇതുണ്ടാകും. കൂടെ നടക്കുന്നവരായിരിക്കും നമ്മളെ കൂടുതൽ മിണ്ടുന്നില്ല. അല്ല, ഇതൊക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ടായി പറയുന്നത്. സ്തോത്രം. കൂടെ നടക്കുക. അപ്പൊ ഈ മഹാപുരോഹിതന്മാർക്കും ആൾക്കാർക്കും തർക്കം എല്ലാം ഒരു പോലൊക്കെ ആയിരിക്കുന്നത്. അപ്പൊ ചേട്ടാ ഞങ്ങൾ രാത്രി ആളും മടിയായിട്ട് വരുമ്പം ആള് തെറ്റിയല്ല, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഉമ്മ കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഉമ്മ കൊടുക്കും. ഞാൻ ഏവനെ ചുംബിക്കും അവനായിരിക്കും, തെറ്റിപ്പോകരുത്. അത്ര തിട്ടമായിട്ടാ ഒറ്റിക്കൊടുത്തത്. പക്ഷെ അങ്ങനെ ഒറ്റിക്കൊടുക്കുമ്പോഴും യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം സ്നേഹിത എന്നാ വിളിച്ചത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർക്ക് ആ ഒരു സ്വഭാവം ജീവിതത്തിൽ പകർത്തണം. നിങ്ങളെ ഒറ്റിക്കൊടുക്കുന്നവര് കാണും, ഉപദ്രവിക്കുന്നവര് കാണും, ചതിക്കുന്നവര് കാണും, വഞ്ചിക്കുന്നവര് കാണും. അങ്ങനെയുള്ള രംഗങ്ങളും വിഷയങ്ങളും സന്ദർഭങ്ങളും വരുമ്പോൾ വചനത്തെ കൂട്ടുപിടിച്ച് എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടെ ചേർത്ത് പറയാം, മൗനമായിട്ടിരുന്നോണം. ഒക്കുന്നെങ്കിൽ ഇത്രോ പറയാവുള്ളൂ, സ്നേഹിത. പറഞ്ഞു വിട്ടേക്കണം. പക്ഷെ ഒരു കാര്യം പറയാം, ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അവിടുന്ന് ഉയർത്തു വരും. കർത്താവ് അത് കണ്ടതുകൊണ്ടാണ് മിണ്ടാതിരുന്നത്. അവിടുന്ന് സർവജ്ഞാനിയല്ലേ, അവിടുന്ന് ദൈവമാണ്. അവിടുത്തേക്ക് അറിയാം ഇവനിപ്പോ ഒറ്റക്കൊടുത്താൽ എടാ അവനെ പിടികടാ കണ്ടിക്കടാ എന്ന് പറഞ്ഞാൽ ഉയർപ്പിന് തടസ്സം വരും. പിന്നെ ആ വിഷയത്തിൽ അങ്ങ്
പോകും. അവനെ പിടിച്ചു, അവൻ്റെ ഫോട്ടോ വാട്സപ്പിലിട്ടു, പിന്നെ അത് ഫേസ്ബുക്കിലിട്ടു, പിന്നെ അതിന് കമൻ്റ് ഇട്ടു, പിന്നെ അവനെപ്പറ്റി അവൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇവൻ എവിടുത്തുകാരനാണ്, ആരുടെ മോനാണ്, ഏത് മോനാണ്, എത്ര നാളായി യേശുവിൻ്റെ കൂടെ കൂടി, ഇവൻ സി എക്കാരനാണോ അതോ ബി എക്കാരനാണോ? കാരണം സി എ ആകാനാ സാധ്യത ഇല്ലേ? എൻ്റെ അഭിപ്രായമാണ് സി എ ആകാനാ നമ്മുടെ പോലീസ് അധികാരികളല്ല, സി എ ഇവന് ചാർട്ടേഡ് അക്കൗണ്ടാണ്. കാരണം പെട്ടെന്ന് ആ സഹോദരി കൊണ്ടുവന്ന് ആ പിന്നെ തൈലം അങ്ങോട്ട് ഒഴിച്ചുടനെ പുള്ളി പെട്ടെന്ന് കണക്കൂട്ടി കഴിഞ്ഞ് 300 വെള്ളിക്കാശിനൊക്കെ വന്നു. മണമടിച്ചപ്പോൾ കണക്ക് കൃത്യം പറഞ്ഞവനാ, അത്രയ്ക്കും എടുക്കനാ. തൈലത്തിന്റെ മണവേ ഇവിടെ നിങ്ങളതും ആ ഭാഗം ഒന്നും വായിച്ചിട്ടില്ലേ? സ്വച്ഛജടമാംശ തൈലം അങ്ങോട്ട് കൊണ്ട് ഒഴിച്ചുടനെ മുഴുവൻ സൗരഭ്യം പകർന്നു. അന്നേരം യൂദ കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു, ഓ ഇത് പാഴ്ചല്ല, 300 വെള്ളിക്കാശ്. അത്ര തിട്ടമായി ഇവന് കണക്കില്. അതുകൊണ്ടായിരിക്കാം കർത്താവും സാഞ്ചി അവന്റെ കയ്യിൽ തന്നെ കൊടുത്തത്. സാഞ്ചി കൊടുത്തപ്പോഴും കർത്താവ് ഇവനെ നിന്ന് അടിച്ചു മാറ്റുമെന്ന്. അവിടെ ഓഡിറ്റിംഗ് ഒന്നും ഇല്ലല്ലോ യേശുവിനും ശിഷ്യന്മാർക്കും. നമുക്കല്ലേ വർഷാവസാനം ഓഡിറ്റ്. അത് വായിക്കുമ്പോൾ എങ്ങാനും 50 രൂപ കുഞ്ഞുഞ്ഞു കൊടുത്ത് 50 എഴുതിയിട്ടില്ല, കുഞ്ഞുഞ്ഞും പെമ്പളയും പ്രശ്നം ഉണ്ടാക്കും. അവിടെ അതൊന്നും ഇല്ല.